ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. സോ ഞങ്ങൾക്ക് രണ്ട് തത്തകളുണ്ട്. ദാറ്റ് ഈസ് സൺ കൊന്യൂസ് ആണ്. അപ്പം ഒന്ന് കിട്ടും ഒന്ന് മിട്ടുമാണ്. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പം ഫുഡ് ഞാനിപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് മത്തങ്ങയാണ്. ഓരോ ദിവസത്തെ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പം ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഇടാം. സോ അപ്പോൾ ഇന്ന് ഞാൻ മത്തങ്ങയാണ് കൊടുക്കുന്നത്. കുറേ ഫുഡുകളുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതാണ് ഇന്ന് ആദ്യം രാവിലെ കൊടുക്കുന്നത്. അങ്ങനെ ഈ മത്തങ്ങ കുറച്ച് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വേവിക്കണം. വേവിക്കുന്ന പറഞ്ഞാൽ നല്ലോണം നല്ല ഇതായിട്ടൊന്നും വേവിക്കണം വേണ്ട, ഒരു മീഡിയം സൈസിൽ വേവിക്കണം. അപ്പം എന്താ പറയുക, അതിന് തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ ആകുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നല്ല രീതിയിൽ വേവണമെന്നൊന്നുമില്ല, അതിന് തിന്നാൻ പറ്റുന്ന രീതിയിൽ മതി. ഇപ്പം ഈ ഫുഡ് എന്ന് പറയുമ്പം രാവിലെ ഇപ്പം ഞാൻ വെജിറ്റബിൾസ് ആയിരിക്കും നല്ല രീതിയിൽ കൊടുക്കുന്നത്. മത്തങ്ങ കൊടുക്കും, ബീൻസ് കൊടുക്കും, ക്യാരറ്റ് വേവിച്ച് കൊടുക്കും. സെയിം ഇതേപോലെ തന്നെ ഈ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ നല്ലതാണ് ഇവർക്ക് കൊടുക്കാനായിട്ട്. ബ്രീഡ് ആവാനൊക്കെ ഭയങ്കര നല്ല ഇതാണ്. പിന്നെ ഇവർക്ക് സീഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സൺഫ്ലവർ സീഡ് ഉണ്ട്, പിന്നെ തിന ഉണ്ടല്ലോ, തിനയൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കാനായിട്ട്. അത് ഞാൻ ഒരു ഹാങ്ങിങ്സിൽ ഞാൻ കാണിച്ചു തരാം. ഹാങ്ങിങ്സിൽ ഞാൻ തിനയൊക്കെ ഇട്ട് വെക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ സ്കൂളിൽ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന ആ ടൈമിലാകുമ്പോൾ നമുക്ക് ബിസിയാണ്. അപ്പോൾ ഫുഡൊന്നും കൊണ്ട് വെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ വരുമ്പം എന്ത് ചെയ്യണം, തിനയൊക്കെ ഓൾറെഡി അവിടെ ഇട്ട് വെച്ചേക്കണം. അപ്പം അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല, അതായത് അവർക്ക് വിശക്കത്തില്ല. ഇതങ്ങ് തിന്നിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ആ കിട്ടും അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടാകും. തിന ഉണ്ട്, എന്നാലും അവർക്ക് ഇത് കൊടുക്കേണ്ട ഒരു ടൈമായി, ഈ ഫുഡ് കൊടുക്കേണ്ട ടൈമായി. പിന്നെ ഞാൻ ഇന്ന് ബീൻസും ഇതുമാണ്, മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. രണ്ടുപേരും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിന് മുന്നേയും ഞങ്ങൾക്ക് സൺ കുന്യൂസും ജെൻഡർ കുന്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് കുറേ ഇങ്ങനെ ആദ്യത്തെ ഒരെണ്ണമൊക്കെ പൂച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചത് അനിയൻ കൊടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇതിന് മുന്നേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ക്രേസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും കൂടി വാങ്ങിച്ചു. അപ്പം ഇതിന് കൂട് വൈകാതെ അടിക്കും. അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പം ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് വെച്ച് തന്നതാണ്. ഇതിങ്ങനെയൊക്കെ ഓരോ സിസ്റ്റംസ് അങ്ങനെയൊക്കെ. അപ്പം അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ സൈഡിലുള്ള ഫുഡ് ആ റെഡ് കളറിൽ കാണുന്നത് വെള്ളം വെക്കാനുള്ളതാണ്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലാണ് ഫുഡ് വെക്കുന്നത്. ആ ഹാങ്ങിങ്സ് ഉണ്ടോ, അതാണ് തിന്നിട്ട് വെക്കുന്നത്. ഇതിന് കാൽഷ്യം ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല മുട്ടയിടാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇപ്പം ഒരാൾ അകത്തിരിക്കുകയാണ്, എന്താണ് പ്ലാനെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ച ഈ മിട്ടുനും കിട്ടിനും വാങ്ങിച്ച സ്ഥലത്ത് അവർ പറഞ്ഞത് മുട്ടയിടും, പക്ഷേ എന്നാൽ ആദ്യത്തെ മുട്ടയൊന്നും വലുതായിട്ട് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ വൈകാതെ വേറെ മുട്ടയിടും എന്നാണ് പറഞ്ഞത്. അപ്പം മുട്ടയിടാനുള്ള ചാൻസ് ആണെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ എന്താണെന്ന്. 2 ദിവസമായി പുള്ളിക്കാരി അകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഡിസ്റ്റർബ് ആക്കണ്ടല്ലോ, എങ്ങാനും മുട്ടയിടുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇപ്പോൾ ഞാൻ ഫുഡ് ഇട്ട് വെച്ചിരിക്കുന്നത് ബീൻസും എടുത്തിട്ടുണ്ടായിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പം മത്തങ്ങ എന്താ പറയുക, ഒരു സൈഡിൽ ഒരു ഇങ്ങനെ ഒരു കുത്തി വെക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇതാ കണ്ടോ, കുത്തി വെക്കുന്ന ഒരു സംഭവം ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന് കുത്തി വെക്കുമ്പോൾ അത് വന്ന് തിന്നോളും. അങ്ങനെ ആ ഇതിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെള്ളം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ആ മൊത്തത്തിലുള്ളത് വെള്ളം വെക്കും, അത് കുളിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അകത്തൊരു ചെറിയൊരു ടിൻ പോലെ വെച്ചിട്ടുണ്ട്, അത് കുടിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ കുടിക്കുന്ന വെള്ളം ഒരു 2 ഡേയ്സ് ആണെങ്കിലും കുഴപ്പമില്ല, 2 ഡേയ്സ് കഴിഞ്ഞിട്ട് മാറ്റിയാലും. പക്ഷേ എന്നാലും വെള്ളം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രേ വൃത്തിയാക്കും, അതായത് അതൊന്ന് ക്ലീൻ ചെയ്യണം. അത് ഒരു 2 ഡേയ്സ് കൂടുമ്പോഴായിരിക്കും അത് വൃത്തിയാക്കുന്നത്.
അന്നന്ന് വൃത്തിയാക്കേണ്ട വരില്ലായിരിക്കും. 2 ഡേയ്സ് ആകുമ്പം ആണ് കൂടുതലും എന്താ പറയുക അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അഴുക്ക് കൂടുതൽ ഉണ്ടാവുന്നത് ആ ടൈമിലായിരിക്കും. അപ്പം നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തിട്ട് ആ ട്രേ അങ്ങ് തിരിച്ച് വെക്കണം. അപ്പോൾ ആ ട്രേയും കൂടി ക്ലീൻ ചെയ്ത് കഴിയുമ്പം രാവിലത്തെ പണി എന്തായാലും കഴിഞ്ഞു. ഇതിപ്പം ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. അത് കാരണം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം, ഞാൻ സൈഡിൽ ഫുഡ് ഇരിക്കുന്നത് കുക്കുംബറാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ആ ഹാങ്ങിങ്സ് ഉണ്ടോ ഞാൻ പറഞ്ഞ ആ ഹാങ്ങിങ്സിനകത്താണ് തിനയും ഈ സൺഫ്ലവർ സീഡും ഒക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അതായത് ഞാനിടുന്ന വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. സോ ഇതേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വന്നിരിക്കും. അപ്പം ബാക്കിയുള്ള വീഡിയോസൊക്കെ എന്തായാലും പുറകെ വരും. മിട്ടുടെയും മാത്രം ആയിരിക്കത്തില്ല, വേറെ കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും ഉണ്ടാകും. പിന്നെ ഷോർട്സ് ഉണ്ടാകും. അപ്പം അതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.